ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ക്രിസ്മസ് അല്ലേ വരണേ. അപ്പൊ റെഡ് ഡ്രസ്സ്, അതും നല്ല ഉടുപ്പ് പോലെ ഇരിക്കുന്ന ഡ്രസ്സസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ. നമുക്ക് എവിടെ പോണെങ്കിലും, പള്ളിയിൽ പോണെങ്കിലും, അതുപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ പോണെങ്കിലും ഒക്കെ നമുക്ക് ഈ റെഡ് ഡ്രസ്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ഒരു സീസണിൽ. ക്രിസ്മസ് അല്ലെങ്കിൽ നമുക്ക് റെഡ് ഡ്രസ്സ് ഇടാട്ടോ, നല്ല രസമായിരിക്കും, നല്ല ഫേസിലേക്ക് നല്ല ബ്രൈറ്റ് ആയിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള റെഡ് ഡ്രസ്സസിന്റെ ഹോൾ വീഡിയോ വന്നിട്ടാ. അപ്പൊ ഞാൻ 3-4 ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോ നമുക്ക് നേരെ വീഡിയോയിൽ പോയാലോ. അപ്പൊ ഫസ്റ്റത്തെ റെഡ് ഡ്രസ്സ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു റെഡ് ഡ്രസ്സാണ് ഗൈസ്. അപ്പൊ ഇതിന്റെ കൈ എന്ന് പറയുന്നത്, കൈ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു പഫ് സ്ലീവ്സ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ കൂടി ഒക്കെ സൂക്ഷിച്ച് നോക്കിയാലേ അറിയാം, ഒരു സിൽവറിന്റെ ഒരു ലൈൻ പോയിട്ടുണ്ട്, ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് പോയിട്ടുണ്ട്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ ഇലാസ്റ്റിക് ആണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഫ്രണ്ടിലും ബാക്ക് പോർഷനിലും വരുന്നത് ഇലാസ്റ്റിക്കിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ ആണ്. കണ്ടോ, അതിപ്പോ ഏത് സൈസ് ആണെങ്കിലും നമുക്കത് ടൈറ്റ് വരുന്ന ഒരു അവസ്ഥയില്ല. പിന്നെന്താ, ഇതിന്റെ താഴേക്കാണ് ഇതേപോലെ നിറയെ ഫ്രില്ല് വെച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ എങ്ങനെ ഭയങ്കരമായിട്ട് ഇത് വലുതാ, എന്താ പറയാ, നീവർത്തി പിടിക്കാനായിട്ട് പറ്റും. അത്രയും വലുതാണ്. ഈ മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സൊക്കെ പോലെയാണ് കേട്ടോ ഇതിങ്ങനെ നിവർന്നിരിക്കുന്നത് കാണാനായിട്ട്. അപ്പൊ ഇതാണെങ്കിൽ എനിക്ക് കേട്ടോ, ഇത് ലോങ് ഡ്രസ്സാണ്. അത് കാലിന്റെ ആ ഒരു മുഖഭാഗം വരെ ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ലാർജ് ആണ് സൈസ് വന്നിട്ട്. അപ്പൊ എന്റെ സൈസ് ലാർജ് ആണ്. പിന്നെ എനിക്ക് തോന്നി മീഡിയം എടുത്താൽ മതിയായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട്. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു പ്രശ്നം എന്താന്ന് വന്നാല്, ഈ ഒരു ഫ്രില്ലിന്റെ ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കണം പോലെ തോന്നി. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. എനിക്കത് തടിയുള്ളത് കൊണ്ടാണോ, വയറുള്ളത് കൊണ്ടാണോ, ബാക്ക് സൈഡ് ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്കിങ്ങനെ ഭയങ്കര വലുതായി നിൽക്കണത് പോലെ തോന്നി. അതാണ് ഒരു നെഗറ്റീവ് സൈഡ് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം, വെയർ ചെയ്തിട്ടുള്ള ഇമേജസ് ഞാൻ കൂടെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡ്രസ്. ഇതാണ് എന്റെ സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ക്രിസ്മസിന്റെ വീഡിയോസുകളൊക്കെ വരുമ്പോൾ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇതെന്താ, നമ്മുടെ ഫേവറേറ്റ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാ പറയാൻ പോയത്. ഇത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടമായില്ലേ. കാരണം ഞാൻ ഓർഡർ ചെയ്ത പോലെ എല്ലാം വന്നപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഇടില്ല എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് നോക്കിയത്. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുമ്പോ ഒരു വൈറ്റ് വെള്ളപ്പൂക്കളാണ് പോയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ പൂക്കളാണ്. കൈ കണ്ട, ഇങ്ങനത്തെ ഒരു കൈയാണ്. ലൈക്ക് ഈ ഒരു നമ്മൾ ഈ എന്താ പറയാ, കഫ്താനൊക്കെ മോഡലാണ് വന്നിരിക്കുന്നത്. പിന്നെന്താ, ഇതിന്റെ വീനക്കാണ്, ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ട, ഇങ്ങനെ ക്രോസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വൈഡല്ല, എന്നാലും നമുക്ക് ഇത്ര ഒരു ഭാഗം കാണും. അപ്പൊ നമ്മളൊരു എന്താ പറയാ, ഷിമ്മീസോ അല്ലെങ്കിൽ ഇവിടെ കാണാത്ത രീതിയിലുള്ള സംഭവമൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. വെള്ളാട്ടാ. ഇത് ഒരു 3/4 ഭാഗമാണ് എന്റെ കാലിന്റെ അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത്തിരി എടുത്ത് കാണിക്കും, പക്ഷെ നല്ല ബോറൊന്നുമില്ല കേട്ടോ. നല്ല ഡ്രസ്സാണ്, നല്ല കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണ് മെറ്റീരിയൽ. പിന്നെന്താണ്, കുഞ്ഞാൽ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ലാർജ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 40 ആണല്ലോ സൈസ്. ഓക്കെ, ലാർജ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല കോട്ടൺ ആണ്. പിന്നെ ഇച്ചിരി തൈലടിക്കലുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളില് ഷിമ്മീസ് ഇടണം, ഫുൾ ഷിമ്മി ഇടണം. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴ് സൈഡിൽ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ബോറിംഗ് ഒന്നും ഇല്ല, ഭയങ്കര കയറിയിട്ടൊന്നും അല്ല. നമുക്കൊരു 3/4 ലെഗിൻസ് ഇട്ട് പെയർ ചെയ്താൽ തന്നെ ഇത് നല്ല ഭംഗിയുണ്ട്. അല്ലാണ്ട് പെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ കയറിയിട്ടുള്ള ഒരു സ്ലിറ്റും അല്ല കേട്ടോ, കണ്ട ഫ്രണ്ട് ഭാഗത്ത്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ്. ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഇത് എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യില്ല ഗൈസ്. ഇത് കാണാൻ നല്ല കുറെ കളർ ചേഞ്ചസ് ഉണ്ട്. റെഡില് വൈറ്റ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് കുറെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇതൊരു ക്രിസ്മസ് തീം ആയതുകൊണ്ടാണ് ഞാൻ ഈ റെഡ് ആൻഡ് വൈറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. സ്ലീവ്ലെസ് ആണ്. നല്ല മോഡേൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മോഡേൺ ആണ്. മോഡേൺ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. സ്ലീവ്ലെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറ് സ്ലീവ്ലെസ് അല്ല. നമുക്ക് ഇത്ര കൈ കണ്ട, കൈയുടെ അവിടെ തന്നെ ഒരു ഫ്രില്ലൊക്കെ വെച്ച് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്. ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് ഉള്ളത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ബാക്ക് സൈഡ് പ്രത്യേകിച്ച് ബാക്ക് സൈഡ് മാത്രം ഇലാസ്റ്റിക് ആയ കാരണം നമുക്ക് ഈ ഫ്രണ്ട് ഇങ്ങനെ
നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ബോറിംഗ് വരില്ല. മറ്റൊരു ഉടുപ്പിന് ഫസ്റ്റ് ഹാൻഡ് ഉടുപ്പില്ല, അതിങ്ങനെ രണ്ട് സൈഡും ലാസ്റ്റിക് ആയി കാരണം ഫ്രണ്ട് കുറച്ചുള്ള പോലെ തോന്നും. പക്ഷെ ഇത് ഫ്രണ്ടിൽ വളരെ കോമൺ ആയതുകൊണ്ട്, നോർമൽ ആയതുകൊണ്ട് ആ ഒരു വൃത്തിയേടും ഇല്ല. കണ്ടോ, ബാക്ക് സൈഡ് മാത്രമേ ഇലാസ്റ്റിക് ഉള്ളൂ. പിന്നെ എന്താ, ഈ ഉടുപ്പിന് ഒരു 3 നില പോലെ 1 2 3 ആ ഒരു പോർഷനിൽ മുഴുവൻ ഇവിടെ ഒരു ഫ്രില്ല് വെച്ച് വളരെ സിമ്പിൾ ആയിട്ടൊരു ഉടുപ്പ് നമുക്ക് വെയർ ചെയ്യാവുന്ന കേട്ടോ. ഇതിന്റെ കഴുത്തൊന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമല്ല, വളരെ നല്ലതാണ്. ഇത് പക്ഷെ മിക്സ് ആണ് കേട്ടോ, അത് പ്യുവർ കോട്ടൺ എന്നല്ല, കോട്ടൺ മിക്സ് ആണ് വന്നിട്ട്. നല്ല മെറ്റീരിയൽ ആണ്. ഒരു പക്ഷേ നൈലടിക്കണില്ല കേട്ടോ, ഷിമ്മീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് സ്ലീവ്ലെസ് അല്ലേ. നല്ല രസമായിട്ടുണ്ട്. ഇത് എന്തായാലും മസ്റ്റ് ബൈ ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവും. പിന്നെ സ്ലീവ്ലെസ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ബനിയനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് പെയർ ചെയ്യാം. ഞാൻ എന്തായാലും ഇത് ഇങ്ങനെയാണ് പള്ളിയിലേക്കൊക്കെ പോകാനായിട്ട് ഇത് ഇടുള്ളൂ. പിന്നെ വീഡിയോസിലൊക്കെ പോകുമ്പോൾ ഇടാം. ഇത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് വന്നിട്ട് കേട്ടോ. ഇനിയുള്ളൊരു ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് അന്വേഷിച്ചിട്ട് കാണാനില്ല, അത് ഏതിൻ്റെ ഉള്ളിലാണോ ഞാൻ വെച്ചത്. അത് പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇമേജസ് അല്ല, വീഡിയോസ് ഒക്കെ സൈഡിലും ഇമേജസ് ഒക്കെ സൈഡിലൊക്കെ കൊടുക്കാം. കാരണം അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് നല്ല ഡ്രസ്സാണ്. അപ്പൊ അതിന്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുക്കാം. ക്ലോസർ ഇമേജസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും വീഡിയോസുകളുണ്ട്, ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോസുകളുണ്ട്. സോ ഇത്രയുള്ളൂ ക്രിസ്മസിന്റെ റെഡ് സീരീസിലുള്ള ഡ്രസ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങാനുള്ള വിഷ് ലിസ്റ്റ് ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.